പക്ഷേ ആത്മീയ കാര്യങ്ങൾ നാം മനസ്സിലാക്കണമെങ്കിൽ ആത്മലോകമായ ദൈവരാജ്യം നാം അന്വേഷിക്കണം. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം എന്നറിയാമോ? സീക്ക് ദ കിങ്ഡം. എന്തുകൊണ്ടാ ദൈവരാജ്യം അന്വേഷിക്കേണ്ടത്? കാരണം അത് കാണപ്പെടുന്നത് പോലെയല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ഒന്ന് അന്വേഷിക്കണം, നീ ഒന്ന് കണ്ടെത്തണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ആരും ചെയ്യാത്തത്. സീക്ക് ദ കിങ്ഡം എന്ന് നമ്മളോട് പറഞ്ഞാലും നമ്മൾ കേൾക്കുന്നത് സീക്ക് ദ വേൾഡ് എന്നാണ് കേൾക്കുന്നത്. സീക്ക് ദ കിങ്ഡം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് എന്തായിട്ടാ? സീക്ക് ദ വേൾഡ്. ലോകം അന്വേഷിക്കുക, ലോകം അന്വേഷിക്കുക. കാരണം നമുക്ക് എന്താണ് പരിചയമുള്ളത്? ലോകമന്വേഷിച്ച് നമുക്ക് പരിചയമുള്ളത്. ആ ലോകമന്വേഷിച്ച് പരിചയമുള്ള ദൈവജനത്തോട് കർത്താവ് പറയുകയാണ്, ഇനി ദൈവരാജ്യം അന്വേഷിക്കുക. ദൈവരാജ്യം അന്വേഷിക്കുക. അപ്പോൾ ഈ ദൈവരാജ്യത്തിൽ നാം ജനിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദൈവരാജ്യം അന്വേഷിക്കുന്നത് നമ്മോട് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവരാജ്യം നാം അന്വേഷിച്ച് പ്രിയരെ, ഈ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി, ഈ വ്യക്തി എന്ന് പറയുന്നത് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ഫാമിലിയിലാണ് ജനിച്ചിരിക്കുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്നത് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ കിങ്ഡത്തിലാണ് ഈ വ്യക്തി ജനിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയുടെ പിതാവ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പിതാവിനേക്കാൾ സമ്പന്നനായ മറ്റാരും യൂണിവേഴ്സിൽ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ വ്യക്തിയുടെ സാഹചര്യം ആ വ്യക്തി മനസ്സിലാക്കണം. ഈ പുതിയതായി ജനിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവൻ ഇരിക്കുന്നത് ഈ സോളിന്റെ ജീവൻ ഇരിക്കുന്ന പോലെ രക്തത്തിലല്ല. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ ജീവൻ ഇരിക്കുന്ന ആത്മാവിലാണ്. നാം ഇതെല്ലാം മനസ്സിലാക്കണം. ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയില്ല. ലേവ്യ പുസ്തകം 17:11 പറയുന്നു, ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അതെവിടെയാണ്? ഈ സോളിന്റെ ജീവനാണ് ഈ പറയുന്നത്. ഈ ശരീരത്തിന്റെ ജീവൻ ഇരിക്കുന്നത് സോളിലാണ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് വന്ന് പറയും, ദൈവരാജ്യത്തിൻ്റെതായ ആ ഡയറക്ടർ വന്ന് പറയാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവത്രേ ജീവൻ തരുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ആത്മമനുഷ്യന്റെ ജീവൻ ഇരിക്കുന്നത് ആത്മാവിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യം അന്വേഷിക്കാതെ ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാതെ ദൈവരാജ്യം നാം അന്വേഷിക്കുവാൻ നമുക്ക് കഴിയുകയുമില്ല. പരിശുദ്ധാത്മാവ് നാം വെളിപ്പെടുത്തി തരണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന് ദൈവിക കാര്യങ്ങൾക്ക് നാം വാല്യൂ കൊടുക്കണം, നാം മൂല്യം കൊടുക്കണം. മുട്ടുകളെ രാവിലെ മടക്കിക്കൊണ്ട് ദൈവമേ, ചിലർ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഇനി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മുട്ടുകളെ രാവിലെ മടക്കിക്കൊണ്ട്, കർത്താവേ ഇന്ന് എനിക്ക് അത് തരണമേ, കർത്താവ് ഇന്ന് എനിക്ക് ഇത് തരണമേ, എനിക്ക് അതും ഇതും തരണമേ എന്നുള്ള പ്രാർത്ഥനയല്ലാതെ നമുക്ക് വേറൊരു പ്രാർത്ഥന അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിനുമേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവരാജ്യം അന്വേഷിപ്പിൻ. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, അയ്യോ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണം, ഇന്ന കാര്യങ്ങൾ എനിക്ക് വേണം, ഇന്ന കാര്യങ്ങൾ വേണം എന്ന് പറയാനല്ല പറഞ്ഞത്. പകരം ആദ്യം നീ ഇങ്ങനെ പറയണോ, നിന്റെ രാജ്യം വരണമേ എന്ന് പറയണം. ആദ്യം നീ അന്വേഷിക്കണം, പ്രിയോറിറ്റി കൊടുക്കണം. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്നത് ആ വീട്ടിലെ യജമാനിയാണോ വേലക്കാരത്തിയാണോ? അറിവുള്ളവർ, വിവരമുള്ളവർ ആ വീട്ടിലെ യജമാനെ അന്വേഷിക്കും. അറിവില്ലാത്തവർ വേലക്കാരത്തെ അന്വേഷിക്കും. ഇന്ന് നമ്മൾ പല വലിയ വിശ്വാസികൾ ഇതുപോലെയാ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ ഏറ്റവും കർത്താവ് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യം ഏറ്റവും മുകളിൽ കൊണ്ടുവരും. മനസ്സിലായോ? പകരം കർത്താവ് കൊടുത്തിരിക്കുന്ന പ്രിയോറിറ്റി നമ്മൾ വെക്കണം. ആ പ്രിയോറിറ്റി നമ്മൾ വെക്കുമ്പോൾ നമ്മളുടേതായ ജീവിതത്തിൽ അത് കാണുവാനിടയാകണം, നമ്മുടെ പ്രവർത്തനത്തിൽ അത് കാണുവാനിടയാകണം. ആ പ്രിയോറിറ്റി നമ്മൾ വെച്ച് മുന്നോട്ടേക്ക് പോയി പ്രവർത്തിക്കാൻ ഇടയായെങ്കിൽ പ്രിയ ദൈവത്തിന് ഒന്നുകൊണ്ട് ഈ ലോകത്ത് ഞാനും നിങ്ങൾ പതറുകയില്ല. കാരണം എനിക്ക് നിങ്ങൾക്കും അറിയാൻ കഴിയും ഞാൻ ആരുടെ നാമത്തിൽ നിൽക്കുന്നുവെന്ന്, ഏത് കിങ്ഡത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന്, ആരാണ് എന്റെ പിറകിലുള്ള പിൻബലമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാം പതറുകയില്ല, നാം തകരുകയില്ല, നാം മുന്നോട്ടേക്ക് പോകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. അപ്പോൾ നമ്മ ആദ്യം തന്നെ ഞാൻ ആരാണെന്നുള്ള ബോധം മനസ്സിലാകണോ. ആരാണ് ഞാനും നിങ്ങളും? തെക്കേ വീട്ടിലെ ചക്കയുടെ കൊച്ചുമോൻ അല്ല. മനസ്സിലാക്കുക, അത് എർത്തിലെ താൽക്കാലികമാണ്. എന്നാൽ ഞാൻ ആരാണെന്നറിയാമോ? ഐ ആം എ ഹെവൻലി മാൻ. ഞാനൊരു സ്വർഗീയ മനുഷ്യനാണ്. സ്വർഗീയനെ പോലെ സ്വർഗീയരും. ദൈവവചനം പറയുന്നു, സ്വർഗീയനെ പോലെ സ്വർഗീയരും. ആരാ സ്വർഗീയൻ? കർത്താവായ യേശു. സ്വർഗീയനെ പോലെ സ്വർഗീയനും. മനസ്സിലാവുന്നുണ്ടോ? ഞാനും നിങ്ങളും സ്വർഗീയരാണ്. ഞാനും നിങ്ങൾ സ്വർഗീയരാ. പറയുവാൻ അത് നിങ്ങൾ പറയാൻ തുടങ്ങിയ വിശ്വാസം നിങ്ങൾ നിന്ന് പുറത്തേക്ക് വരുവാൻ തുടങ്ങുക. വിശ്വാസം പുറത്തേക്ക് വരുവാൻ തുടങ്ങുക. ഞാൻ ആരാണ്? ഐ ആം എ ഹെവൻലി മാൻ.
ഞാനൊരു സ്വർഗീയ മനുഷ്യനാ. എന്റെ നാട് ഏതാണ്? എന്റെ നാട് ദൈവരാജ്യമാണ്. എന്റെ അപ്പൻ ആരാണ്? എന്റെ അപ്പന്റെ പേര് യഹോവ എന്നാണ് എന്റെ അപ്പന്റെ പേര്. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് എന്തൊക്കെയുണ്ട്? സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് എഫെസ്യർ 1:3 പറയുന്നു. എനിക്ക് എന്തൊക്കെയുണ്ടെന്ന് നിനക്ക് മനസ്സിലായല്ലോ? ആമേൻ. ഈ ഒരു വിശ്വാസം എന്റെയും നിങ്ങളുടെ അകത്തുണ്ടാകണം. ആമേൻ. ഇത് ആ ഹെവൻലി മനുഷ്യനാണെങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എനിക്കിത് എവിടെയുണ്ട്? എല്ലാം ആത്മലോകത്തുണ്ട്. എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാമോ? വളരെ എളുപ്പം, പുറത്തേക്ക് കൊണ്ടുവരാം. ആമേൻ. നീ എന്ത് ചെയ്യണം? ആത്മമനുഷ്യനെ എടുത്താൽ നിന്റെ ഹൃദയത്തിൽ ധരിക്കണം. ആ കാണപ്പെടാത്തതിനെ കുറിച്ചുള്ള നിശ്ചയം നിനക്കുണ്ടാകണം. മനസ്സിലായോ? അപ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് എന്തെല്ലാം ഒരുക്കിയിരിക്കുന്നുവോ, ആമേൻ, തോന്നിയതല്ല നാം പറയുന്നത്. ലോകം തോന്നിയത് പറയും, ലോകം തോന്നിയത് ധരിക്കും. എന്നാൽ നമുക്ക് വേണ്ടി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ടോ അത് ഇന്ന് ആത്മലോകത്ത് നമുക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ജെറമിയ ജനിക്കുന്നതിന് മുമ്പ് ജെറമിയയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാം ദൈവം ഒരുക്കി കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നിന്നെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ശുചീകരിച്ച് പ്രവാചകനായി നിയമിച്ചു കഴിഞ്ഞു. ആ പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാം ആത്മലോകത്തുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു വാക്കുകളിലൂടെ ഇത് റിലീസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, നമുക്ക് വേണ്ടി ഉള്ളത് എല്ലാം ആത്മലോകത്ത് ദൈവരാജ്യത്തിൽ കാണപ്പെടാത്ത മണ്ഡലത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കണം. ആമേൻ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഡോൺ ആൻഡ് ഡോണി. ഈ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാതാപിതാക്കന്മാർ ഇവർക്ക് വേണ്ടി എല്ലാം, ഇവർ സ്കൂളിൽ പോകാൻ നേരത്ത് അമ്മ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, അവർക്ക് വേണ്ടിയുള്ള ഉടുപ്പ്, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ക്രമീകരിച്ചിരിക്കുക. എല്ലാം എവിടെയാ ക്രമീകരിച്ചിരിക്കുന്നത്? ഇവിടുത്തെ അയൽവക്കത്തെ വീട്ടിലാണോ അതോ ഈ വീട്ടിലാണോ? അവരുടെ വീട്ടിൽ, ആ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്, അയൽവക്കത്തെ വീട്ടിലല്ല. ആമേ, ശരിയല്ലേ? ഈ കുഞ്ഞുങ്ങൾ അയൽവക്കത്തെ വീട്ടിൽ പോയിട്ട് അയൽവക്കത്തെ വീട്ടിലെ പാകിസ്ഥാനിയോട് ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് തരൂ, ഞങ്ങൾക്ക് വേണ്ടി ഉടുപ്പ് തരൂ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുവോ? ഇതേപോലെയാണ് നമ്മൾ ലോകത്തിൽ നിന്ന് അന്വേഷിക്കുന്നത്. ആമേ, ലോകം ഇന്ന് അയൽവക്കത്തെ വീടാ. ആമേ, നാം ഇവിടെ പരദേശികളാണ്. മനസ്സിലായോ? എന്നാൽ നമ്മുടെ ദേശം ഈ ലോകമല്ല, നമ്മുടെ ദേശം ദൈവരാജ്യമാണ്. ആമേ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, നീ ഈ ലോകത്തിൽ, നീ ആ പാകിസ്ഥാനിയുടെ വീട്ടിൽ എന്ത് തരും? എന്റെ യൂണിഫോം എന്തിയെ, എന്റെ ഉച്ചഭക്ഷണം എന്തിയെ, നീ അന്വേഷിച്ച് നടക്കാതെ ആദ്യം നീ നിന്റെ വീട് അന്വേഷിക്കുക. ആമേ, ഹല്ലേലൂയ. അപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ പാകിസ്ഥാനിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് അവർ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ അമ്മ അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിരിക്കുന്ന എല്ലാം എടുത്തു കൊടുക്കും. ആമേൻ. എന്ത് ചെയ്തിരിക്കുന്നത്? ഒരുക്കിയിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നീ എന്ത് ചെയ്യണം? ആദ്യം നിന്റെ ജനിച്ച രാജ്യം അന്വേഷിക്കുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Seek, ask and knock, you will get it. നീ അന്വേഷിക്കുക, നീ ചോദിക്കുക, നീ മുട്ടുക, നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ. അത് ആഴത്തിലുള്ള വചനമാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ സ്വർഗീയ മനുഷ്യൻ ഇവിടെ ഉള്ളപ്പോൾ, ഈ സ്വർഗീയ മനുഷ്യൻ സകല സമ്പന്നതയാൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. അവന് ദൈവിക സ്വഭാവമുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവാനുരൂപമായ പുതിയ സൃഷ്ടി, ക്രിസ്താനുരൂപമായ പുതിയ സൃഷ്ടി. എഫെസ്യർ 4:22 താഴേക്ക് വായിക്കുമ്പോൾ പറയുകയാണ്, ദൈവാനുരൂപമായ പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടി ആരെ പോലെ ഇരിക്കുന്നേ? അപ്പൊ അവന്റെ സ്വഭാവം ആരെ പോലെയാ? ദൈവത്തിന്റെ സ്വഭാവം ആ പുതിയ സൃഷ്ടിക്ക്. സ്നേഹമാണ് ആ വ്യക്തിയിൽ നിഴലിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവരെ ആ ദൈവത്തിന്റെ സ്വഭാവം മാത്രമല്ല, ആ വ്യക്തിയുടെ ശക്തിയും ആരുടെ ശക്തിയാ? ദൈവത്തിന്റെ ശക്തിയാ. കാരണം ഒരുവൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ ക്രിസ്തുവുമായി ഏക ആത്മാവായി തീർന്നു. അപ്പൊ അവന്റെ ആത്മാവിലെ ജീവൻ ആരുടെ ജീവനാ? ദൈവത്തിന്റെ ജീവനാ. അപ്പോൾ ദൈവത്തിന് എന്തെല്ലാം പ്രവർത്തിക്കാൻ കഴിയുമോ അതെല്ലാം ഈ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയും. ആമേൻ. കാരണം ദൈവത്തിന്റെ ജീവനാണ് ആ വ്യക്തിയുടെ അതിന്റെ അകത്തുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഇനി തുടർന്ന് ഈ വ്യക്തിയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത്. ഇതാണ് പൗലോസ് പറയുന്നത്, എന്റെ പഴയ മനുഷ്യൻ, ആ സ്പിരിറ്റ്, ആ കറപ്റ്റായ, നിങ്ങൾ കറുത്ത് കണ്ട ആ സ്പിരിറ്റ് എന്ത് സംഭവിച്ചോ? ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ആമേൻ. ഇനി ഞാനല്ല, ഇനി ക്രിസ്തു എന്നെ ജീവിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതായിരിക്കണം യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. ഹല്ലേലൂയ. അല്ല എല്ലാ ഞായറാഴ്ചയും, എല്ലാ വെള്ളിയാഴ്ചയും, ഗൾഫിലാണെങ്കിൽ വെള്ളിയാഴ്ച, നാട്ടിലാണെങ്കിൽ ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോകും, ഞാൻ ആരാധിച്ചു മടങ്ങി വരും. പ്രിയ ദൈവമേ, ഈ വക കാര്യങ്ങളല്ല, ഇതിനേക്കാൾ ഉപരിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ശ്രദ്ധിച്ചേ,
അനുസരണത്തെക്കാൾ, ശ്രദ്ധിക്കുക, യാഗത്തെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ആരാധനയേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നീ എന്റെ വചനത്തെ അനുസരിക്കുക എന്നുള്ളതാ. നീ സീക്ക് ദ കിങ്ഡം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ ആ ദൈവരാജ്യം തന്നെ അന്വേഷിക്കണം. അതിനുള്ള നീ പ്രവർത്തിക്കാൻ തുടങ്ങണം. അത് അപ്പൊ നീ പറയൂ, ഒരുപക്ഷെ പറയൂ, ഇവിടെ ആരും ദൈവരാജ്യം പറയുന്നവരില്ല. ആര് പറഞ്ഞു? ദൈവരാജ്യം പറയുന്നവരുണ്ട്, അതിന്റെ ആഴങ്ങളിലേക്ക് പഠിപ്പിക്കുന്നവരുണ്ട്. നീ എന്ത് ചെയ്യണം? സീക്ക് ദ കിങ്ഡം, അത് അന്വേഷിക്കണം. നീ അന്വേഷിക്കണം. നിന്റെ അടുക്കലേക്ക് ഒന്നും വരികയില്ല. നീ അന്വേഷിക്കണം. അന്വേഷിച്ച് എന്ത് ചെയ്യണം? ദൈവരാജ്യം നീ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുന്നവരെ അടുക്കൽ നീ ചേരണം. അവരുടെ ടേപ്പുകൾ നീ വാങ്ങണം, അവരുടെ കാസറ്റുകൾ വാങ്ങണം. നിന്റെ വണ്ടിയിൽ അത് കേൾക്കുവാൻ തുടങ്ങണം, നിന്റെ വീട്ടിൽ അത് കേൾക്കുവാൻ തുടങ്ങണം, നിന്റെ ജീവിത പങ്കാളിൽ അത് കേൾക്കണം, നിന്റെ മക്കളത് കേൾക്കണം. കാരണം അവരെയും കൂടി ഉയർത്തിക്കൊണ്ടുവരേണ്ട കടമ നിനക്കുണ്ട്. അപ്പോൾ പ്രിയ ദൈവത്തിനും ഈ ദൈവരാജ്യത്തിൽ ഞാൻ നിങ്ങൾ ജനിച്ചു കഴിഞ്ഞു. ആ ഹെവൻലി മനുഷ്യനെ എടുത്ത് നമ്മൾ ഈ നമ്മുടെ സോളിലേക്ക് ധരിക്കുക എന്നുള്ളതാണ് വിശ്വാസം. ഈ സോളാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ ആയിരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, ഇതെല്ലാം ഈ സോൾ വഴിയാണ് നടക്കുന്നത്, ദേഹി വഴിയാണ് നടക്കുന്നത്. ദേഹിയിലാണ് ഇതെല്ലാം അറിയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ദേഹിക്ക് പറയാനുള്ളത് ഞാൻ ഹെവൻലി മനുഷ്യനൊന്നും അല്ല, ഞാൻ ചാക്കോന്റെയും മേരിയുടെയും മകനാണ്, മകളാണ്. എനിക്ക് 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉള്ളൂ. എനിക്ക് ഇന്ന കഴിവ് കേടുകൾ മുഴുവൻ ഉണ്ട്. ഞാൻ ഇങ്ങനെ തെമ്മാടിയാ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെയാണ്, എനിക്ക് ഇന്ന കുറവുകളുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെനിക്ക് ദേഷ്യം വരും. മനസ്സിലായോ? അത് ധാരാളം കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ പുതിയതായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തി ആരാ? അവൻ ദൈവ അനുരൂപമാണ്, ദൈവിക സ്വഭാവമാണ്, ദൈവികമായ ക്യാരക്ടറാണ്, ദൈവികമായ ശക്തി ആ വ്യക്തിയിലുള്ളത്. ആ വ്യക്തിയുടെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ് തമ്മിൽ ഒന്നായിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ പഴയ മനുഷ്യനെ സ്വിച്ച് ഓഫ് ചെയ്യണം. പുട്ട് ഓഫ് ദ ഓൾഡ് മാൻ. ഈ മനുഷ്യൻ എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണം. ചാടിക്കടിക്കുന്ന ഈ മനുഷ്യനെ ഓഫ് ചെയ്യണം. അസൂയപ്പെടുന്ന ഈ മനുഷ്യനെ ഓഫ് ചെയ്യണം. ദേഹി മനുഷ്യനെ ഓഫ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആദം ഈസ് എ ലൈഫ്. ആദം എന്ന് പറയുന്നത് ആരായിരുന്നു? ജീവനുള്ള ദേഹി. ആ ആദത്തെ നീ എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണം. എന്നിട്ട് പുതിയ ആദം, ലാസ്റ്റ് ആദം, ക്രിസ്ത്യാനികളുമായ പുതിയ വ്യക്തി, ആത്മ മനുഷ്യനെ നീ എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. എങ്ങനെയാ ഓൺ ചെയ്യാ? ഇതിന്റെ പേരെ വിശ്വാസം. ആത്മ മനുഷ്യനെ എടുത്ത് ഈ സോൾ മനുഷ്യന്റെ മേൽ ധരിക്കണം. ആത്മ മനുഷ്യനെ എടുത്ത് സോൾ മനുഷ്യന്റെ മേൽ ധരിക്കണം. അതിന്റെ പേരെ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ, എഫെസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. ഈ സ്ക്രീനിലോട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഏതാണ് പഴയ മനുഷ്യൻ? ദി സോള. ഞാൻ പറഞ്ഞു, ശരീരമല്ല മനുഷ്യൻ. ശരീരം എന്താ? സോളിരിക്കുന്ന ഒരു വീട് മാത്രമാണ്. മനസ്സിലായോ? പലർക്കും പല ടൈപ്പ് വീടുകളുണ്ട്. ചിലർക്ക് ഇരുനിറം വീടുണ്ട്, ചിലർക്ക് വെളുത്ത വീടുണ്ട്, ചിലർക്ക് കറുത്ത വീടുണ്ട്, ഇല്ലേ? പല പല പെയിന്റ് ഓരോ വീടിനും ദൈവം കൊടുത്തിരിക്കുന്നു. അപ്പോ വീട് പോകും. വീടിന്റെ ഉള്ളിൽ ആരുള്ളത്? മനുഷ്യൻ ഉള്ളത്. അങ്ങനെ പഴയ മോഹങ്ങൾ, ചതിമോഹങ്ങളാൽ വഷളായി പോയ ആ പഴയ മനുഷ്യനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞാൽ പുട്ട് ഓഫ്, ഉപേക്ഷിക്കണം. അവൻ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. പറഞ്ഞേ, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. പിന്നെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് വേറൊരു മനുഷ്യനെ സ്വീകരിക്കണമല്ലോ. അടുത്ത താഴേക്ക് വായിച്ച്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി, സത്യം വചനത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ആർക്കനുരൂപമായി? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട. അതിന്റെ അർത്ഥം ഇനി ഒന്നും ചെയ്യാനില്ല, സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു, ഇല്ലേ? പെട്ടുകൊണ്ടിരിക്കുകയല്ലോ, പെടാൻ പോവുകയല്ലോ. സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചോളൂ. സാരി ധരിക്കുക, ചുരിദാർ ധരിക്കുക, ഷർട്ട് ധരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം.
ഇത് പുതുമനുഷ്യനെ എങ്ങനെയായിരിക്കണേ? ഇവിടെ നോക്കിയേ, ഈ പുതുമനുഷ്യൻ ആരാ? പുതിയ സൃഷ്ടിയായ ആത്മാവ പുതിയ മനുഷ്യൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്,